ലോകത്തെ വമ്പൻ സാമ്പത്തിക ശക്തികൾ തളരുമ്പോൾ വരാനിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച് ലോകബാങ്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ ഒരു രാജ്യം മാത്രം കുതിച്ചു പായുകയാണ്. ഇത് കേവലം അക്കങ്ങളുടെ കളി മാത്രമല്ല, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തെത്തിക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കുമോ? പണ്ട് പാമ്പാട്ടികളിൽ നാടെന്ന് പരിഹസിച്ചവർ ഇന്ന് ആ രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നത് പുതിയ ഇന്ത്യയെക്കുറിച്ചാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ സിദ്ധാന്തങ്ങളെ പോലും തിരുത്തിക്കുറിക്കുന്ന ഇന്ത്യയുടെ ഈ അത്ഭുത കുതിപ്പിന് പിന്നിലെ രഹസ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഇന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, സാധാരണഗതിയിൽ ഒരു രാജ്യം വളരുമ്പോൾ പണക്കാരൻ കൂടുതൽ പണക്കാരനാവുകയും പാവപ്പെട്ടവൻ എന്നും ദരിദ്രനായി നിൽക്കുകയും ചെയ്യും. ഇതാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സൈമൺ കുസ്നെറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെയാണ് കുസ്നെറ്റ്സ് കർവ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഈ സിദ്ധാന്തത്തെ പൊളിച്ചെഴുതി. ഇന്ത്യ വളരുമ്പോൾ അതെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള വളർച്ചയാണ്. ഇതിനെയാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നത്. മാറ്റത്തിന്റെ ചാലക ശക്തി എങ്ങനെയാണ് ഇന്ത്യയിൽ സാധ്യമാക്കിയത്? അതിന് പിന്നിൽ 3 വാക്കുകളുണ്ട്. ജെ ഫോർ ജൻധൻ. ബാങ്ക് അക്കൗണ്ട് എന്നത് പണക്കാരുടെ മാത്രം അവകാശമായിരുന്ന കാലം മാറി. ഇന്ന് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരും ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എ ഫോർ ആധാർ. ഓരോ പൗരനും കൃത്യമായ ഡിജിറ്റൽ ഐഡന്റിറ്റി. എം ഫോർ മൊബൈൽ. ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യം. ഈ 3 കാര്യങ്ങളും ചേർന്നപ്പോൾ നടന്നത് ഒരു വിപ്ലവമാണ്. മുമ്പ് സർക്കാർ നൽകുന്ന 100 രൂപയിൽ 15 രൂപ മാത്രമേ പാവപ്പെട്ടവന്റെ കയ്യിൽ എത്തുമായിരുന്നുള്ളൂ. ഇതൊരു കാലത്ത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി 1 രൂപ പോലും ചോരാതെ നേരെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണ്. ഇടനിലക്കാർ ഇല്ലാതായി. അഴിമതിക്ക് തടയിട്ടു. UPI ലോകം അതിശയിക്കുന്ന ഇന്ത്യൻ മാതൃക. ഒരു ചായക്കടക്കാരൻ മുതൽ വൻകിട ആളുകൾ വരെ ഒരുപോലെ ഉപയോഗിക്കുന്ന UPI. അമേരിക്കയെ പോലെയുള്ള വികസിത രാജ്യങ്ങൾ പോലും ഇന്ന് ഇന്ത്യയെ ഒരു സാങ്കേതിക വിദ്യ കണ്ട് അമ്പരക്കുകയാണ്. അതെ, ഇത് കേവലം പണം അയക്കാൻ മാത്രമല്ല, ഇതിലൂടെ സാധാരണക്കാരന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി നിർമ്മിക്കപ്പെടുകയാണ്. ഇതവർക്ക് ഭാവിയിൽ ബാങ്ക് വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക മോഡൽ പാവപ്പെട്ടവന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അസുഖം വന്നാൽ തന്നെ കുടുംബം തകരുമെന്ന അവസ്ഥയൊക്കെ മാറി 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഇന്നിവിടെ ലഭ്യമാണ്. പിന്നെ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് യാഥാർത്ഥ്യമായി. പുകയടുപ്പിൽ നിന്നും മോചനം. സ്ത്രീകൾക്ക് കൂടുതൽ സമയം വരുമാനം ഉണ്ടാക്കുന്ന ജോലികളിൽ ഏർപ്പെടാനും സഹായിച്ചു. പിന്നെ ശുദ്ധജലം വീട്ടിലെത്തിയതോടെ ആരോഗ്യരംഗത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. പിന്നെ തൊഴിൽ ദാതാക്കളായി. ഇന്നത്തെ ഇന്ത്യയിൽ യുവാക്കൾ ജോലിക്കായി അപേക്ഷിച്ച് നടക്കുന്ന മാത്രമല്ല ചെയ്യുന്നത്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, മുദ്ര ലോൺസ് എന്നിവയിലൂടെ അവർ സ്വന്തമായി ബിസിനസ്സുകളും തുടങ്ങുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഇന്ന് ഗ്രാമങ്ങളിൽ പോലും സംരംഭകർ വളർന്നു വരുന്നു. ഇത് നഗര ഗ്രാമ വരുമാന വിടവ് കുറയ്ക്കാനായി വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യ സുരക്ഷിതമാണെന്ന് ചോദിച്ചാൽ, ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോഴും ഇന്ത്യ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഡൊമസ്റ്റിക് കൺസപ്ഷൻ അഥവാ ആഭ്യന്തര ഉപഭോഗമാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാൻ 140 കോടി ജനങ്ങളുടെ ഒരു വിപണി ഇവിടെ തന്നെയുണ്ട്. മധ്യവർഗത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നതും വിപണിയെ കൂടുതൽ ശക്തമാക്കുന്നു.